അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവാണേ. എല്ലാവർക്കും കാണണ്ടേ ഞാൻ ചോറ് കഴിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ചോറ്, സാമ്പാർ, മുട്ട വറുത്തത്, പയറുകറി, ചമ്മന്തിപ്പൊടി, മെഴുക്കുവരട്ടി, ക്യാബേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദിവസം ഞാൻ ഇതുപോലെ എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തത്, ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണുന്നവരൊക്കെ എൻ്റെ എല്ലാ ഇനി വരാൻ പോകുന്ന വീഡിയോസിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാം ചെയ്യണം. ഓക്കെ, പിന്നെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എൻ്റെ അടുത്ത് പറയാനുള്ളത് കമൻസിലോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഞാനൊരു വലിയ കേരള ഫുഡിയാണ്, പക്ഷേ ഇതിനകത്ത് നോൺ വെജ് ആയിട്ട് മീനില്ല, മുട്ട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇച്ചിരി മീനൊക്കെ മാറ്റി. ഇറച്ചിയൊന്നും ഞാൻ കഴിക്കത്തില്ല. വെജിറ്റേറിയൻ സാധനങ്ങളാണ് കഴിക്കുന്നത്. പിന്നെ മുട്ട ഞാൻ വല്ലപ്പോഴും കഴിക്കും. മീൻ നാട്ടിൽ വരുമ്പോൾ കഴിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സദ്യയിലെ ഏറ്റവും കേമനായ ആളാണല്ലോ സാമ്പാർ. അപ്പോൾ സാമ്പാറിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സാമ്പാർ, പക്ഷെ ഒരു സാധനം മാത്രം ഇല്ലാതായിപ്പോയിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എന്നറിയാമോ? പപ്പടം അടുത്ത പ്രാവശ്യം ആവട്ടെ. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി കുറച്ചിങ്ങനെ അങ്ങോട്ട് സാമ്പാറിലോട്ട് അങ്ങോട്ട് കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പയർ കറി ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നെ. നമ്മുടെ കുറച്ച് മുട്ട വറുത്തത് നോക്കട്ടെ. ഇനി നമ്മുടെ ക്യാബേജ്. ഇത്തരം ക്യാബേജ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല സൂപ്പർ ക്യാബേജാണ് കേട്ടോ. പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങനെ വേഗത്തില്ല. മറ്റേ ക്യാബേജ് പോലെ ഇച്ചിരി സമയമെടുക്കും. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ചില്ലി. പച്ചമുളക് ഇല്ലാത്ത ഒരു ലൈഫ് എനിക്കില്ല. നമ്മുടെ നാരങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് സവോളക്കകത്തോട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് അതിനൊരു പീസ്. കൊള്ളാം. എനിക്ക് തൈര്. അപ്പം നമുക്കിനി വിശാലമായിട്ടങ്ങ് കഴിച്ചു തുടങ്ങാം. സാധാരണ ഞാൻ ഇത്രയൊന്നും കറികളൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇന്നെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കി. അടിപൊളി. ആ പച്ചമാവിൻ്റെ ആ കിക്ക് വരുമ്പോഴേ രസമുള്ളൂ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പയർ കറി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത്.
വെള്ളരിക്ക മുളക് മുട്ട, ചമ്മന്തിപ്പൊടി, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. തൈര്. വാ, ഈ മുളകിൻ്റെ എന്താ പറയാ, മുളകിൻ്റെ ഒരു ആറ്റം ബോംബ് പോലെയല്ലേ അതെ മുളക് അങ്ങോട്ട് കടിക്കുമ്പം. അതും കൂടെ തലമണ്ടയിലോട്ട് ചെന്ന് എൻ്റെ ബ്രെയിൻ അങ്ങോട്ട് ഉണർന്നു. അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി തൈര് തന്നെ വേണം, ഇല്ലേ ശരിയാകത്തില്ല. ക്യാബേജ് തോരൻ വെക്കാനായിട്ട് പോവായിരുന്നു ഞാൻ, പക്ഷെ തോരൻ വെക്കാൻ നോക്കിയപ്പം തേങ്ങയില്ല. ഉണ്ടാകുന്ന തേങ്ങ മുഴുവൻ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. നമ്മുടെ കുത്തരിച്ചോറ് തിന്നാനൊരു പ്രത്യേക സുഖമല്ലേ. കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കുത്തരിച്ചോറ് കുത്തരി മേടിച്ചത്. അത് ഞരടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു രസം. നമ്മുടെ ക്യാബേജ് ഭയങ്കര നീളമായിപ്പോയി, നൂഡിൽസ് പോലെ. ഞാൻ മുട്ടയ്ക്കകത്ത് മുളക് ഇട്ടായിരുന്നു, നല്ല എരിവുള്ള മുളക്. പയറുകറി കുറച്ചുകൂടെ എടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച്
ബാക്കി മുളക്. ആറ്റുപോകുമ്പോ മുളക് നല്ല എരിവുണ്ട്. നമ്മളെ മുട്ട നല്ല നാടൻ കോഴിമുട്ട. തൈര് മറക്കണ്ട. ഇത് നമ്മുടെ സാധാ തൈരല്ല കേട്ടോ, സോയാബീൻ കൊണ്ടുണ്ടാക്കിയ തൈര. ഹൈ പ്രോട്ടീൻ. സാധാ തൈരിനെക്കാട്ടി കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് സോയാബീൻ തൈരിനകത്ത്. എല്ലാത്തിനകത്തും ഞാൻ എണ്ണയൊക്കെ കുറേച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഹെൽത്ത് ഇച്ചിരി നോക്കി കണ്ടുമൊക്കെ ഏറെക്കുറെയൊക്കെ നോക്കി കണ്ടുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ. ആ ഇച്ചിരി പയറ് വേണം. പച്ചക്കറി ഇഷ്ടംപോലെ കഴിക്കും ഞാൻ. അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഇത്രയായി. എടുക്കുന്ന അത്രയും ചോറ് ഞാൻ കഴിച്ചിരിക്കും, ഒന്നും വേസ്റ്റാക്കി കളയില്ല.
കണ്ടല്ലോ. ഒന്നും തന്നെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല. അപ്പം ഒരു സാധനം ഞാൻ കഴിക്കാൻ മറന്നുപോയി. അത് വേറെ ഒന്നുമല്ല, ഞാൻ മിക്കവാറും കഴിക്കാറുള്ളൊരു സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടെ. എന്താണെന്നല്ലേ, ഞാൻ എടുത്തിട്ട് വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ വന്നു. എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്തായിരിക്കും ആ സാധനം? വേറൊന്നുമല്ല, പിച്ചാത്തിയല്ല കേട്ടോ. ഇതിന്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, അവക്കാഡോ. അപ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങളിൽ ഒരു സാധനമാണ് ഇത്. മിക്കവാറും ഞാൻ കഴിക്കും. അപ്പൊ ഇത് എങ്ങനെ കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ നടുക്കൂടെ മുറിക്കണം. ഇത് അത്യാവശ്യം പഴുത്തതാണ്. നമ്മൾ നാരങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ്, ഒരു തിരി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഒരു റൗണ്ടിലെ സീഡ് ഉള്ള ഒരു സാധനം കാണാം, അകത്ത് പച്ച. ഈ സീഡ് നമ്മൾ എങ്ങനെ എടുത്ത് കളയും? ഇത് ഭയങ്കര കട്ടിയാണ്, ഇതങ്ങനൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് നമ്മളിങ്ങനെ നടുക്ക് ഒരു ഇത് വെട്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്തങ്ങെടുത്താൽ അതിങ്ങ് പോരും. പിന്നെ തിരിച്ചിത് പിച്ചാത്തിയിൽ നിന്ന് എടുക്കുന്നത് ഇച്ചിരി റിസ്ക്കിയാണ്. അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കൈമുറിയും. അപ്പം സീഡിൻ്റെ ആവശ്യമില്ല, നമ്മൾ അവക്കാഡോസ് കഴിക്കാൻ പോകണം. കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ പൂളിയെടുക്കണം. അല്ലെ നമ്മൾ തേങ്ങാപ്പൂള് ചെത്തിയെടുക്കത്തില്ലേ, പൂളി എടുക്കത്തില്ല, അതുപോലെ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇത് നമ്മൾ ഒരു സാധനത്തിൻ്റെയും കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റിനെ പറ്റി കഴിച്ചിട്ടില്ലാത്തവരോട് ഞാൻ എന്താ പറയുക? ഇത് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിനും ഇടയിൽ കിടക്കുന്ന ഒരു സംഭവം ഇത്. ഫ്രൂട്ടെന്നും വേണേൽ പറയാം, ഒരു വെജിറ്റബിൾ എന്ന് വേണേലും പറയാം. എനിക്കൊന്ന് കൂടുതലും ഇതൊരു ഫ്രൂട്ട് ഐറ്റത്തിൽ പെടുന്നതാണ്. അല്ല കൂടുതലും ഫ്രൂട്ട് ഐറ്റത്തിലല്ല, നമ്മൾ സാലഡിനകത്തൊക്കെ ഇടാൻ എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു വെജിറ്റബിൾ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരളത്തിലും അവക്കാഡോസ് ഒക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഞങ്ങളുടെയൊക്കെ വളർത്തുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒത്തിരി നമ്മളതിൻ്റെ തോട് ഇങ്ങനെ വടിച്ചെടുത്താൽ എന്താ വെച്ച് കയ്പുണ്ട് അതിന്. ഒരു പകുതി അവകാഡോയുടെ ആവശ്യമുള്ളൂ. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇത് ഞാൻ നാളെ കഴിക്കും. എനിക്ക് വയറ് നിറഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിതിപ്പോൾ മൊത്തം കഴിക്കുമായിരുന്നു. എനിക്ക് വയറ് നിറഞ്ഞു. ഇത് നമുക്കിത് ഈ മറ്റേ സൈഡിലെ അതുപയോഗിച്ച് നമുക്കിത് കവർ ചെയ്ത് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലിട്ട് വെക്കാം. നോക്കിക്കോ, അങ്ങനെ എടുത്ത് വെക്കാം, അത് ചീത്തയാവാതിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ. അപ്പം ഇനി അടുത്ത ദിവസം നാളെ ഇനി എന്തായിരിക്കും എനിക്ക് കഴിക്കാനുള്ളത്, അല്ല അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ എന്തായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്, എന്ത് ഫുഡായിരിക്കും കൊണ്ടുവരുന്നത്, ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ ഞാനിങ്ങനെ ഇത്രയും ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല. ഒത്തിരി പേരൊക്കെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്, ഓണം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കൂടിപ്പോയ ഒരു 3 ഐറ്റം. അപ്പം ഇപ്രാവശ്യം സാമ്പാർ ഉണ്ടായിരുന്നു, പയറുകറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, മുട്ട വറുത്തത്, 4 ഐറ്റം, പിന്നെ ചമ്മന്തിപ്പൊടി, തൈര്, കുറച്ച് സാലഡ് ഐറ്റം. അപ്പം അപ്പോൾ ഓരോ ദിവസവും ഞാൻ എന്താണ് കഴിക്കുന്നത്, എന്താണ് കുക്ക് ചെയ്തത്, അത് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, എന്തെന്നറിയാമോ? കുടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ നമ്മുടെ നാടൻ അരിയൊക്കെ വേവിക്കുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിരിക്കും. കാരണം എനിക്ക് കഞ്ഞിവെള്ളം പണ്ടേ തൊട്ട്, എനിക്ക് കൊച്ചിലെ തൊട്ട് കഞ്ഞിവെള്ളം, നമ്മുടെ കുത്തിരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നു. കുടിക്കാൻ മറന്നുപോയായിരുന്നു. ലാസ്റ്റിൽ അതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് ചോറ് കിടപ്പുണ്ട്. ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, കഴിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം. കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു ചോറ്. അപ്പോൾ കഴിഞ്ഞു. പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര നിർബന്ധമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു മധുരം. അപ്പോൾ അതിന് ഇച്ചിരി സേമിയ പായസം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ സേമിയയും അതിനുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു പായസം കണ്ടില്ലേ, ആവി പറക്കുന്ന പായസം. കണ്ടില്ലേ, ആവി പറക്കുന്ന പായസം. അപ്പം നിങ്ങൾ ഇതിനകത്തോട്ട് നോക്കിയാൽ ഒരു സംഭവം കാണാം, നോക്കിക്കോ. കണ്ടോ? അതെന്താന്ന് വെച്ചാൽ ചിയ സീഡ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കി എൻ്റെ ഈ ചിയ സീഡ്സിൻ്റെ അത് എന്താണ് അതിൻ്റെ മലയാളവും ഹിന്ദിയും? ചിയാന്ന് തന്നെയാന്ന് തോന്നുന്നു പറയുന്നതിന്. അപ്പം ആ സാധനം ഞാൻ ഇതിനകത്തിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ പാലല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ സാധാ പാൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ നമ്മുടെ ബദാമിൻ്റെ പാലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇത് മൊത്തം എടുക്കാൻ പറ്റുന്നില്ല, ഒത്തിരി അത് നീണ്ടു കിടക്കുക, കണ്ടില്ലേ? ഇത് മാറ്റി വെക്കട്ടെ. അത് പിന്നെ ഇത് നമ്മുടെ ഈ റൈസ് വെർമിസെല്ലി ഉണ്ടല്ലോ, അത് നമ്മുടെ വെർമിസെല്ലി അല്ല, റൈസ് നൂഡിൽസ്, ആ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പായസം ഉണ്ടാക്കാനായിട്ട് വെർമിസെല്ലി തപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പം ഇതാ എനിക്ക് കിട്ടിയത്. ഇവിടെ വെർമിസെല്ലി എന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവമാണ് ഇവർ എടുത്ത് കാണിക്കുന്നത്. വെർമിസെല്ലി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ കടയിൽ ഈ സംഭവമാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇത് ഞാനങ്ങ് പായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഇനി എന്താണെന്നറിയാമോ, ഇച്ചിരി മധുരത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് മേപ്പിൾ സിറപ്പാണ്. ഇതൊഴിച്ചിട്ട്, ഇത് നല്ല മധുരമുള്ള സാധനമാണ്. അപ്പം മേപ്പിൾ സിറപ്പ് ഒഴിച്ച്, മേപ്പിൾ സിറപ്പ് നമ്മൾ ഒഴിച്ചു. അപ്പം ഇതിൻ്റെ കളർ അങ്ങ് മാറിയുണ്ടോ, ഇച്ചിരി ചുമന്ന്. ഇപ്പം ശരിക്കും പായസം പോലായി. എങ്ങനെയുണ്ട്?
എൻ്റെ അഡ്ജസ്റ്റ്മെന്റ് പായസം നല്ല ചൂടുണ്ട്. ഓ ആ വാവ്, ഇത് പായസത്തെ വെല്ലും. കൊള്ളാട്ടോ, ഇതൊരു ചന്തമുണ്ട് ഇത് കാണാൻ. അപ്പം നമുക്കിത് കയ്യിലോട്ട് കിട്ടുന്നില്ലല്ലോ. ഇതിങ്ങനെ ഇത് നമ്മൾ പാക്കറ്റ് വരുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ്. അപ്പം അതുകൊണ്ടാണത് അങ്ങനെ അങ്ങ് ഇട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊന്നും തിന്നാൻ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഓ കൊള്ളാം, തകർത്തു. പക്ഷെ ഇത് വായിലോട്ട് എടുക്കാനായിട്ട് കിട്ടുന്നില്ല, അതേ ഉള്ളൂ പ്രശ്നം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 2 സ്പൂൺ വേണ്ടി വരും. പക്ഷെ ഇത് കഴിച്ചു നോക്കുമ്പോൾ നമ്മുടെ വെർമിസെല്ലി പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യം കാണിച്ചാലും കൊതിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ചൂട് കുടിക്കട്ടെ. ഇല്ല, നീരാളിയെ വായിക്കാത്തിട്ട് തിന്നുന്ന പോലെ ഉണ്ട്. നീരാളി ഇതിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് അങ്ങ് തോന്നുന്നു. നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നമ്മുടെ ചോറും പയറും സാമ്പാറും മെഴുക്കുവരട്ടിയും ക്യാബേജ് തോരൻ എന്ന് പറയാം, പിന്നെ മുട്ട വറുത്തത്, ചമ്മന്തിപ്പൊടി, തൈര്, വെള്ളരിക്ക, നാരങ്ങ, കുറേ ഉണ്ടായിരുന്നല്ലോ, ഉള്ളി, സവോള, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ അവക്കാഡോ, നമ്മുടെ പാവം അവക്കാഡോ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിപ്പം നാളത്തേക്ക് എടുക്കും ബാക്കി. പിന്നെ നമ്മുടെ ഈ സൂപ്പർ റൈസ് ന്യൂഡിൽസ് പായസം. ആരും കേൾക്കണ്ട. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ ഞാൻ കഴിക്കാൻ കാണിക്കുന്നതെന്നുള്ളത് സർപ്രൈസ് ആയിരിക്കും. അറിയാൻ പറ്റത്തില്ല. ചിലപ്പം ചോറായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും, അപ്പം അത് സർപ്രൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഓക്കെ, കാത്തിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ മക്കളെ, പ്ലീസ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ ഈ ചാനലിൽ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ വിട പറയുന്നു. ഞാനും എൻ്റെ അവക്കാഡോയും മേപ്പിൾ സിറപ്പും പിന്നെ എൻ്റെ റൈസ് വെർമിസെല്ലി പായസം വിട പറയുന്നു. ബായ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.
ബൈ.